നമുക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാവേ. അതിന് ഇത്രയും പയർ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സവോള നീളത്തിൽ അരിയേണ്ടവർക്ക് നീളത്തിലാണ് എല്ലാവരും അരിയണത്. പക്ഷേ എനിക്ക് ഞാൻ ചെറുതായിട്ട് അരിയുന്നതാണ് ഇഷ്ടം കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് എല്ലാം കൂടി നല്ല സിങ്കാവും. പിന്നെ ഇത് കുറച്ച് ഉണക്കമുളക് എടുത്തത്, പിന്നെ ഇത് കുറച്ച് കറിവേപ്പില ഉണങ്ങിപ്പോയി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ ഉപ്പും കടുകും, ഇത്രയും മതി. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ചട്ടി നല്ല ഉണങ്ങിയിട്ടുണ്ട്, കഴുകിയിട്ട് വെച്ചതായിരുന്നു. നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണ്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ കടുക് പൊട്ടിക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ സവാള ഇട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് ചതക്കണമെന്നില്ല ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചിയല്ല വെളുത്തുള്ളിയും പച്ചമുളകും വേണമെന്നില്ല. ഞാൻ പിന്നെ ചതക്കുന്നേ ഉള്ളൂ. എസൻസൊക്കെ നന്നായിട്ട് ഇറങ്ങും. ഇതും ഇടുന്നു. ഇനി ഈ ചില്ലി ഫ്ലേക്സും കൂടി നമ്മളിടാം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒരു റെഡിഷ് ബ്രൗൺ ആവുന്നത് വരെ ഇളക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ഈ സവാള സംഭവങ്ങളൊക്കെ നല്ല റെഡിഷ് ബ്രൗൺ ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഞാൻ ഉപ്പിട്ടായിരുന്നു കുറച്ച്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി അരിഞ്ഞു വെച്ച അച്ചിങ്ങ ഇടാം. കുറച്ച് വലിയ ചട്ടി എടുക്കേണ്ടതായിരുന്നു. കാര്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേനും ചുരുങ്ങുമല്ലോ, അപ്പോൾ പിന്നെ സീനില്ല. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളവും കൂടി ഒഴിക്കണേ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അങ്ങനെ ഇത് പിന്നെ നമ്മൾ അച്ചിങ്ങ എടുത്ത ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. ഇത് കംപ്ലീറ്റ് ഇളക്കിയിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് ചെറുതായിട്ട് ആയി വരുമ്പോഴത്തേക്ക് പിന്നെ എന്തെങ്കിലും ഉപ്പിന് പോരായി കൊണ്ട് ഇട്ടാൽ മതി. ഈ എല്ലാ അച്ചിങ്ങയും ഒരേ സൈസിലല്ല, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയതാണ്. സാരമില്ല. ഇനി നമ്മളിത് അടച്ച് വെച്ച് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞ് അവസാനം നമ്മുടെ കറി മൊത്തം കുളമാവും. ഇന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കാം കേട്ടോ. സദ്യ സ്പെഷ്യൽ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.